പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാക്കേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവന്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടി നിന്ന് ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. അവൻ ഇത് പറഞ്ഞപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്നും ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. ഈ വചനഭാഗത്തിലൂടെ തിരുസഭ യേശുവിന്റെ രൂപാന്തരീകരണത്തിന്റെ ദിവസത്തിൽ നമ്മൾക്ക് വിചിന്തനം ചെയ്യുവാനായിട്ട് തരുന്നത്, യേശു ആരെന്നുള്ളത്, ദൈവപുത്രനാണെന്നുള്ളത് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പിതാവായ ദൈവവും സംസാരിക്കുന്നുണ്ട്. ഇവൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവനെന്ന് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നുണ്ട്. യേശുവിനെ അനുകരിച്ച് ജീവിക്കുവാനായിട്ടും യേശുവിനെ കുറിച്ച് ബൈബിളിൽ വായിക്കുവാനായിട്ടും വിചിന്തനം ചെയ്യുവാനായിട്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. യേശുവിനോടൊപ്പം മോശയും ഏലിയയും കാണപ്പെട്ടു. യേശുവിന്റെ കടന്നുപോകലിനെ കുറിച്ച് അവർ സംസാരിക്കുകയായിരുന്നു. ശിഷ്യന്മാരാകട്ടെ ആ സന്തോഷത്തിൽ പങ്കുകൊണ്ടുകൊണ്ട് അവർ പറയുന്നുണ്ട്, ഇവിടെ ആയിരിക്കുന്നത് തന്നെ എത്ര നല്ലതെന്ന്. എന്നാൽ യേശു ജെറുസലമിലേക്ക് സഹനത്തിന്റെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് പോവുകയാണ്. സഹിക്കാൻ വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുവാനായിട്ട് യേശുവിന്റെ ജീവൻ വെടിഞ്ഞുകൊണ്ട് യേശു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അവിടുന്ന് മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് സ്വന്തം ജീവൻ തന്നെ നൽകി. നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം. നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ ഒതുങ്ങി നിൽക്കാതെ സേവന തൽപരരാകാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.